ശ്രീ മനു, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി. അപ്പോഴും ചില വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരിഫ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പക്വമായ നിലപാട് എടുക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. കാരണം കേന്ദ്ര സർക്കാർ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ്. അവിടെ മതമോ ജാതീയമോ രാഷ്ട്രീയമോ ഒന്നും ഘടകമല്ല. ഇന്ത്യ എന്ന രാജ്യം ആണ് മറ്റൊരു രാജ്യവുമായി ചർച്ചയ്ക്ക് നിൽക്കുന്നത്. സ്വാഭാവികമായും ഡോക്ടർ മോഹൻ വർഗീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രഹസ്യ സംവിധാനങ്ങൾ ഉണ്ട്. അതനുസരിച്ച് ഏത് തരത്തിലുള്ള ചർച്ചയാണ് നടക്കുക എന്നതൊന്നും കേന്ദ്രത്തിന് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല, നിമിഷപ്രിയയുടെ അമ്മയുടെ പ്രതികരണം പലപ്പോഴും വരാറുള്ളത് കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടുന്നുവെന്നും എല്ലാ സഹായവും നൽകുന്നു എന്നുമാണ്. അവിടെ നിയമോപദേശത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. പക്ഷേ അത്തരം നീക്കങ്ങൾ നടന്നപ്പോൾ തന്നെയാണ് ഈ വധശിക്ഷ 16-ാം തീയതി നടപ്പിലാക്കാൻ പോകുന്നു എന്ന ഉത്തരവും പുറത്തു വന്നത്. അതിപ്പോൾ മരവിപ്പിച്ച് നിർത്തുന്നു. അതിൽ ആരുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ട് എന്നതൊക്കെ ഇപ്പോഴും അവ്യക്തമാണ് എന്നതാണ് വസ്തുത, മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുമ്പോഴും. എന്തായാലും നിലവിൽ ഒരു നിർദ്ദേശം ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ആക്ഷൻ കൗൺസിൽ പറയുന്നത് അവിടെ ചില പ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അത് എത്രത്തോളം കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒന്ന്, ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. സ്വിച്ചിട്ടതുപോലെ ഒന്നും സംഭവിച്ചതല്ല. തുടർച്ചയായി നമ്മൾ ഈ ഇന്ത്യൻ സർക്കാര്, ഭാരത സർക്കാര് ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളൊരു ആളാണ് അവിടെ, ഭാരതത്തിലുള്ള ഒരാളാണ് അവിടെ ജയിലിൽ കിടക്കുന്നത്, വധശിക്ഷ നേരിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും വൈകാരികമായ അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഗുണകരമായ ശ്രമങ്ങൾ ഉണ്ടാവുന്നത് സ്വീകാര്യമാണ്, ശ്ലാഘനീയവുമാണ്. പക്ഷെ കേന്ദ്ര സർക്കാർ തുടക്കത്തിൽ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പക്വമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് തിടുക്കത്തിൽ സ്വീകരിക്കുക സാധ്യമല്ല. പക്വമായ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ ചില ചർച്ചകൾ നടക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇവിടെ മനു, അങ്ങനെ തിടുക്കമെന്ന് പറയാൻ സാധിക്കുമോ? ഇത് എത്രയോ വർഷമായി നടക്കുന്ന ഒരു വിഷയമാണ്. എത്രയോ വർഷമായി നിമിഷപ്രിയ ജയിലിലാണ്. ഈ ശിക്ഷ വിധിച്ചതിന് ശേഷവും കാലങ്ങളായ പശ്ചാത്തലമാണല്ലോ ഉള്ളത്. അല്ല, അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, ഈ ഭാരതത്തിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവമേ അല്ല ഇത്. ഇതിന്റെ ഗൗരവം എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ലോകത്തിലെ പല ഐക്യരാഷ്ട്രസഭയോടുകൂടി പോലും സഹകരിക്കാത്ത ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നിട്ട് പോലും സാധ്യമായ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര അവർ പോലും കേന്ദ്ര സർക്കാരിന് ഇതുവരെ ചെയ്ത് എല്ലാത്തിനും നന്ദി പറഞ്ഞു. ചിലതെല്ലാം കേന്ദ്ര സർക്കാർ അങ്ങ് പറഞ്ഞതുപോലെ പരസ്യമായി പറയുക സാധ്യമല്ല. കാരണം ഒരു തീവ്രവാദ പ്രദേശത്ത് കുറെ പേരുള്ള ഒരു പ്രദേശത്താണ് ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അവിടെയാണ് നിമിഷപ്രിയ അകപ്പെട്ടിട്ടുള്ളത്. അവരുടെ നിയമ സംവിധാനത്തിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ആ ഭാരതത്തിലുള്ള ആ പൗരയെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിലപാടുകൾ എന്താണ്? ഇവിടെ നിന്ന് 10 പേരെ കയറ്റിവിടുന്നതിന്റെ പ്രശ്നമല്ല. ഈ പോകുന്ന 10 പേരും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. നാളെ അവിടെ പോയി എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയമായി ഇനിയും നമ്മൾ അവിടെ പോയി പെട്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. നമ്മുടെ അതിർത്തിക്കുള്ളിലോ പരിധിക്കുള്ളിലോ ഉള്ള വിഷയമല്ല. അപ്പോൾ അവിടേക്ക് ഒരു പരിശ്രമം നടത്തുമ്പോൾ അതിന് അതിൻ്റെതായ സമയമെടുത്ത് കൃത്യമായി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുള്ള വിഷയമല്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്കിപ്പോഴും പ്രതീക്ഷയുള്ളത്. അതാണല്ലോ നമുക്ക് ആശാവാദമുള്ളത്. അതുകൊണ്ടാണല്ലോ വധശിക്ഷ നീട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആരുടെയൊക്കെയാണ് ശ്രമങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇന്ത്യക്കുള്ളിൽ നിന്ന് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അറിവൂടെ ആയിരിക്കണമല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായിരിക്കണമല്ലോ, കേന്ദ്ര സർക്കാരിന്റെ അറിവ് ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ അറിവോട് കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചു, അവിടുത്തെ നിമിഷപ്രിയയുടെ അമ്മ അവിടെയുണ്ട്. അവിടെ നിയമപരമായ കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൂടെ തന്നെയുണ്ട്. നമുക്ക് എംബസിയുള്ള സ്ഥലമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഒരു എംബസിയുള്ള സ്ഥലം പോലുമല്ല. എന്നിട്ടും അവിടെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം പരിശ്രമം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആക്ഷൻ കൗൺസിലിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും, എന്നാൽ രാജ്യത്തിന്റെ നയതന്ത്രപരമായ കാര്യങ്ങളിൽ വീഴ്ചയുണ്ടാകാതെ പരിഹരിക്കുമെന്നും ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. ഇതുവരെ ചെയ്തതുപോലെ ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നമ്മൾ നീതി കിട്ടുക, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള സമയത്തിൽ എല്ലാവരും ഒരുപോലെ
ഇടപെടലുകൾ നടത്തണം. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഈ